Welcome to ശാന്തമാതൃ IAS ഫൗണ്ടേഷൻ. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ PSIR ഓപ്ഷണൽ പൊളിറ്റിക്കൽ തിയറി ഡെമോക്രസി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി, അവയുടെ ഡെഫിനിഷൻ, നിർവചനങ്ങൾ, ഡെമോക്രസിയുടെ ഉറവിടം എവിടെയായിരുന്നു, എന്താണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസിയുടെ പ്രത്യേകതകൾ, ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ജനാധിപത്യ രീതികൾ എന്നിവയാണ്. ഡെമോക്രസി, ദ വേഴ്സ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എക്സെപ്റ്റ് ഫോർ ഓൾ ദ അതേഴ്സ്. ജനാധിപത്യം എന്നത് ഏറ്റവും മോശമായ ഒരു ഭരണരീതിയാണ്, പക്ഷേ നിലനിൽക്കുന്ന എല്ലാ മറ്റു ഭരണരീതികളെക്കാൾ മികച്ചതും ജനാധിപത്യം തന്നെയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ ആണിത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ജനാധിപത്യത്തെ വേഴ്സ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ എവറി അതർ സിസ്റ്റം എന്ന്? ജനാധിപത്യത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും മികവുകളെക്കുറിച്ചുമുള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്താണ് ജനാധിപത്യം? എന്താണ് ജനാധിപത്യത്തിന്റെ നിർവചനം? ജനാധിപത്യം എന്നാൽ എപ്പോഴും ജനങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. അതായത് ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വിച്ച് പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ആരിലാണ് ജനാധിപത്യത്തിൽ അധികാരമുള്ളത്? അത് ജനങ്ങളിലാണ്. ആൻഡ് ദേ എക്സസൈസ് ഇറ്റ് എയ്തർ ഡയറക്ട്ലി ഓർ ത്രൂ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്. ഒന്നുകിൽ അവരത് നേരിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളിലൂടെ ആ അധികാരം ഉപയോഗിക്കുന്നു. ജനാധിപത്യത്തിൽ എപ്പോഴും അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജനങ്ങളിലാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ആധിപത്യം എന്നതിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ ആൻഡ് ദേ എക്സസൈസ് ഇറ്റ് എയ്തർ ഡയറക്ട്ലി ഓർ ത്രൂ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഒന്നുകിൽ നേരിട്ട് ജനാധിപത്യ നിയമനിർമ്മാണ സഭകളിൽ, ആൻഷ്യൻ ഗ്രീക്കിലൊക്കെ അങ്ങനെയായിരുന്നു, ജനങ്ങൾ നേരിട്ട് പങ്കാളികളാവും. അല്ലെങ്കിൽ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്, ജനപ്രതിനിധികളിലൂടെ അവർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവും. ഇപ്പൊ എങ്ങനെയാണ് ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്? ത്രൂ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്. ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ആൻഡ് വിച്ച് ദ പീപ്പിൾ ഹാവ് ദ authority to choose their leaders through free and fair election. Free and fair election, സുതാര്യമായ വോട്ടെടുപ്പിലൂടെയാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? ജനാധിപത്യ രീതിയിൽ തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു നിർവചനം, അത് അബ്രഹാം ലിങ്കൺ നൽകിയിരിക്കുന്ന നിർവചനമാണ്. Democracy is the government of the people, by the people and for the people. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനമാണ് ജനാധിപത്യത്തിൽ ഉള്ളത്. ഇതുകൂടാതെ ഷ്മിറ്റർ ആൻഡ് കാൾസിന്റെ ഒരു നിർവചനമുണ്ട്. അവർ പറയുന്നത് റൂളേഴ്സ് ആർ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദർ ആക്ഷൻ ഇൻ ദ പബ്ലിക്. സോ ദേ ആർ ത്രൂ ദ സിറ്റിസൺ ആക്ടിങ് ഇൻഡയറക്ട്ലി ത്രൂ ദ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് എന്നാണ്. നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനാധിപത്യത്തിൽ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ഉത്തരം നൽകാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ഭരണാധികാരികൾ എന്നാണ് അവർ പറയുന്നത്. ജനപ്രതിനിധികൾ വഴി പൗരന്മാർ ഭരണത്തിൽ ഇടപെടുന്നു. അതായത് ഇവിടെ പരമാധികാരം ആരിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ജനങ്ങളിൽ ആണ്. ഒന്നുകിൽ നേരിട്ട് പങ്കാളിത്തമായിരിക്കാം, അല്ലെ ജനപ്രതിനിധികൾ വഴിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങളോട് ഉത്തരം പറയാൻ അധികാരികൾ കടപ്പെട്ടിരിക്കുന്നു. റൂളേഴ്സ് ആർ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദർ ആക്ഷൻ ഇൻ ദ പബ്ലിക് റിയാലം. അതാണ് ഷിമ്മറും കാൾസും നൽകിയിരിക്കുന്ന ജനാധിപത്യത്തിന്റെ നിർവചനങ്ങൾ. അപ്പൊ ഇത്രയുമാണ് ജനാധിപത്യത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഡെമോക്രസി എന്ന പദം രൂപപ്പെട്ടത് ഗ്രീക്ക് വാക്കുകളായ ഡെമോസ്, ഡെമോസ് എന്നാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്നാൽ ഭരണം, ഇവയിൽ നിന്നാണ്. ഗ്രീക്ക് വാക്കുകളായ ഡെമോസ്, ക്രാറ്റോസ് എന്നിവയിൽ നിന്നാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്നിട്ടുള്ള വാക്ക് വരുന്നത്.
അപ്പൊ അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഭരണരൂപത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ ഇലക്ഷനിലൂടെയാണ്, തിരഞ്ഞെടുപ്പിലൂടെയാണ് തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. എങ്കിലും ആ പുരാതന കാലത്തെ ഗ്രീക്കിലെ ജനാധിപത്യവും ആധുനിക ജനാധിപത്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ആ ജനം എന്ന വാക്കിന്റെ നിർവചനത്തിലാണ് ഈ വ്യത്യാസമുള്ളത്. പുരാതന ഗ്രീസിൽ ജനം എന്ന് പറയുന്നതിന്റെ നിർവചനം വളരെ ചുരുങ്ങിയ മനുഷ്യരിൽ ഒതുങ്ങുന്നതായിരുന്നു. അതായത് സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ, ഇവർക്ക് വോട്ടവകാശമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പങ്കാളിത്തമോ ഉണ്ടായിരുന്നില്ല. വിദേശികളെ നമ്മൾ മെറ്റിക്സ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ജനസംഖ്യയുടെ ഒരു ചെറിയ ഭാഗത്തിന് മാത്രമേ, ഏകദേശം 1/4 ഭാഗത്തിന് മാത്രമേ പൗരത്വ അവകാശങ്ങളും ഭരണത്തിൽ പങ്കുചേരാനുള്ള അധികാരവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രീക്കിലെ ജനാധിപത്യത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്. അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല, അടിമകൾക്കില്ല, വിദേശികൾക്കില്ല. ഇതിന് വിപരീതമായിട്ട് ഇന്നത്തെ ആധുനിക ജനാധിപത്യ രീതിയിൽ എന്താണ്? സാർവത്രിക പൗരത്വമാണ്. സ്ത്രീകൾക്കുണ്ട് എല്ലാവിധത്തിലുമുള്ള, അതായത് ജാതി മത ഭേദ സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും അതില് രാഷ്ട്രീയ പങ്കാളിത്തവും വോട്ടവകാശവും ഉണ്ട്. വർഗഭേദവും ഒന്നുമില്ല. പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ആധുനിക കാലഘട്ടത്തിൽ വോട്ടവകാശമുണ്ട്. അപ്പൊ നമ്മൾ പുരാതന ഗ്രീക്ക് ജനാധിപത്യത്തിന്റെയും ആധുനിക ജനാധിപത്യത്തിന്റെയും വ്യത്യാസങ്ങൾ പറയുന്ന സമയത്ത് അതൊന്ന് പങ്കാളിത്തം ആണ്. നമ്മളിപ്പോ പുരാതന ഗ്രീക്കിലാണെങ്കിൽ നേരിട്ട് ആണ് പങ്കെടുത്തിരുന്നത്. ഇപ്പൊ ഇവിടെ പ്രാതിനിധ്യം, ജനപ്രതിനിധികൾ വഴിയാണ്. പിന്നെ പൗരത്വം എന്ന് പറയുന്നതിൽ തന്നെ സ്ത്രീകളും അടിമകളും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാ മുതിർന്ന പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പൗരന്മാർ തെരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അവർ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് ബൈ കൺസെന്റ്, ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ജനസമ്മതമാണ്. ഭരിക്കപ്പെടുന്നവരുടെ പൂർണ്ണമായ സമ്മതത്തോടെയുള്ള ഭരണമാണ് ജനാധിപത്യത്തിലുള്ളത്. കൃത്യസമയത്ത് നടക്കുന്ന സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകളിലൂടെ പൗരന്മാർ തങ്ങളുടെ പ്രതിനിധികളെ നിശ്ചയിച്ച് ഭരണത്തിനുള്ള അനുമതി നൽകുകയാണ് ജനാധിപത്യത്തിൽ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു വോട്ട് രേഖപ്പെടുത്തുക എന്നതിലാണോ അതിന്റെ ശക്തി ഇരിക്കുന്നത്, അല്ലെങ്കിൽ വിജയം ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. കൃത്യമായ വിവരങ്ങൾ അറിയുക, അവ വിശകലനം ചെയ്ത് സ്വന്തമായി അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ജനാധിപത്യം വിജയിക്കുന്നത്. അപ്പൊ ആ ഫ്രീലി ഫോം ഒപ്പീനിയൻ, ജനങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങളാണ് ഏതൊരു ജനാധിപത്യ സർക്കാരിന്റെയും യഥാർത്ഥ അടിത്തറ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു വോട്ട് ചെയ്യുക എന്നതിലൂടെ ജനങ്ങളുടെ കടമ അവിടെ തീരുന്നില്ല. അതിന് സുഗമമായി പ്രവർത്തിക്കാൻ ജനസമ്മതം, കൺസെന്റ് വേണം. വിവരങ്ങൾ അറിയാനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ, ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെയും നയങ്ങളെയും കുറിച്ച് അറിയാനുള്ള സ്വാതന്ത്ര്യം വേണം. അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണം. സ്വന്തം നിലപാടുകൾ ഭയരഹിതമായി തുറന്നു പറയാനുള്ള അവകാശം വേണം. അപ്പൊ ഇത്രയും ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ആ ജനാധിപത്യം അവിടെ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു സമൂഹം സ്വന്തം ഭാവി സ്വയം നിർണയിക്കുന്ന വ്യവസ്ഥയായിട്ട് നമുക്ക് ജനാധിപത്യത്തെ കാണാം. ഒരു കൂട്ടുത്തരവാദിത്വത്തിലൂടെ, സുതാര്യതയിലൂടെ ഒരു സമൂഹം അവിടെ സ്വന്തം ഭാവി സ്വയം നിർണയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശങ്ങളും തീരുമാനങ്ങളിൽ പങ്കുചേരാൻ തുല്യമായിട്ടുള്ള അവസരങ്ങളും ഉണ്ട്. അനാവശ്യ നിയന്ത്രണങ്ങളും ഇല്ലാത്ത ചർച്ചകളും സംവാദങ്ങളിലൂടെയുമാണ് ആ ജനാധിപത്യം നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 4 തൂണുകളായിട്ട് ജനാധിപത്യത്തെ പറയാം. പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. ഭരണകാര്യങ്ങളിൽ ജനങ്ങളുടെ സജീവ ഇടപെടൽ. കൂടിയാലോചനകൾ, തീരുമാനമെടുക്കുന്നതിന് മുമ്പുള്ള ചർച്ചകൾ, കൺസൾട്ടേഷൻ എന്ന് പറയും. സുതാര്യത, ഭരണ നടപടികളിൽ ആ വ്യക്തത ഉണ്ടായിരിക്കുക. ഒരു അവ്യക്തമായിട്ട് എന്തെങ്കിലും ചെയ്യാതെ എല്ലാം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള സുതാര്യത, ട്രാൻസ്പാരൻസി. ഉത്തരവാദിത്യം, അക്കൗണ്ടബിലിറ്റി, ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത ആർക്കുണ്ട്? ജനാധിപത്യത്തിൽ ഭരണാധികാരികൾക്കുണ്ട്. അപ്പൊ ഇത്രയുമാണ് ജനാധിപത്യത്തിന്റെ ആ ഒരു ആയിട്ടുള്ള തൂണുകൾ എന്ന് പറയുന്നത്. ഇനി ജനാധിപത്യത്തിൽ തന്നെ ഡയറക്റ്റ് ഡെമോക്രസി എന്നും റെപ്രസെന്റേറ്റീവ്, ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നും
രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കും. അതിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് പ്രത്യക്ഷ ജനാധിപത്യം. ഡയറക്റ്റ് ഡെമോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർ സിറ്റിസൺ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഡിസിഷൻ. അതിൽ ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഡിസിഷൻ ആണ്. എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാരും നേരിട്ടിട്ട് ഈ നിയമനിർമ്മാണ അതിൽ പങ്കെടുത്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, നേരിട്ട് വോട്ട് ചെയ്ത് നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആ പ്രവൃത്തിയിൽ പങ്കാളികളാവുന്ന സ്വയംഭരണ രീതിക്കാണ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയാം. സമത്വം, പങ്കാളിത്തം, പൗരന്മാർക്കിടയിലുള്ള ചർച്ചകൾ, ഇതൊക്കെ ഇതിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ചർച്ചകൾക്ക്, ഡെലിബറേഷൻ, അതിന് വലിയ പ്രാധാന്യം ഇവിടെയുണ്ട്. സമൂഹത്തിലെ ഭരണത്തിൽ പങ്കുചേരാൻ ഓരോ മനുഷ്യർക്കും ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതില് അവസരം ലഭിക്കുന്നു. നമ്മുടെ പുരാതന കാലത്ത് ഗ്രീക്കിൽ നമുക്കറിയാം, ഏകദേശം വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് എന്തുണ്ടായിരുന്നത്? വോട്ടവകാശം ഉണ്ടായിരുന്നത്. അപ്പൊ അവരൊരു 100 പേരടങ്ങ് 100 പേർ ഒരുമിച്ച് ചേർന്ന് ആ രാജ്യത്തെ കാര്യങ്ങളിൽ നേരിട്ട് വോട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നു. അപ്പൊ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് നമ്മൾ കുറച്ചുപേരെ ഒരു പ്രതിനിധികളായി തിരഞ്ഞെടുത്ത് ആ പ്രതിനിധികളാണ് പാർലമെന്റിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ ജനങ്ങളെ നേരിട്ടല്ല. അതിനാണ് പ്രാതിനിധ്യ ജനാധിപത്യം, ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയാം. പ്രത്യക്ഷ ഡെമോക്രസിയിൽ എല്ലാവരും പ്രതിനിധികളാണ്, എല്ലാവരും നേരിട്ടിട്ട് പങ്കെടുക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യക്ഷ ജനാധിപത്യം നടക്കുമോ? ഏകദേശം ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ജനങ്ങളെയും കൂടി വിളിച്ചിരുത്തിയിട്ട് ഒരു നിയമനിർമ്മാണം സാധ്യമല്ല. എന്നാലും പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പൊ റഫറൻഡം ചില രാജ്യങ്ങളിലുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന ഗ്രാമസഭ, അത് എന്ന് പറയുന്നത് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ രീതികളിൽ വരുന്നതാണ്. അതായത് ദാറ്റ് മീൻ എവറി സിറ്റിസൺ ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവേണിംഗ് ദ കമ്മ്യൂണിറ്റി. The Grama Sabha, introduced through the 73rd Constitutional Amendment, is an example of direct democracy at the village level. അപ്പൊ ആ ഒരു സംഭവം, ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യത്തില് വളരെയേറെ ഒരു പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ വളരെ മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഗ്രാമസഭയെ പറയാം. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ അധികാരം എവിടെയാണ്? ജനങ്ങളിലാണ്. സർവ്വ അധികാരവും ജനങ്ങളിലാണ്. അത് നേരിട്ട് ജനങ്ങൾ അതിൽ ഇടപെടുന്നു. ഭൂരിപക്ഷ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൈക്കൊള്ളുന്നത്. പക്ഷെ അതിന് മെച്ചങ്ങൾ ഒരുപാടുണ്ട്. ജനങ്ങൾക്ക് നേരിട്ടിട്ട് നിയമനിർമ്മാണങ്ങളിൽ പങ്കുചേരാം. അതുപോലെ തന്നെ രാഷ്ട്രീയ അവബോധം ഉണ്ടാവും. രാഷ്ട്രബോധമുള്ള ആ ഒരു രാഷ്ട്രീയ ചിന്തകളോടെ ജീവിക്കുന്ന, വോട്ട് ചെയ്തതോടെ തങ്ങളുടെ അവകാശം തീർന്നു എന്ന് ചിന്തിക്കാത്ത, നിയമങ്ങളെക്കുറിച്ചും രാഷ്ട്രത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും കൂടുതൽ അവബോധമുള്ള ജനങ്ങളായിരിക്കും. അതിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കും. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് നമുക്ക് അവതരിപ്പിക്കാം. പക്ഷെ ഇത് ഒരു കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യമാകുന്ന സമയത്ത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ മെറിറ്റ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് സിറ്റിസൺ കൺട്രോൾ ഓവർ ദർ ഓൺ ലൈവ് ആൻഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന്. പിന്നെ രണ്ടാമത്തെ വരുന്ന ജനാധിപത്യ രീതിയാണ് റെപ്രസെന്റേറ്റീവ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. പീപ്പിൾ ഇലക്ട് റെപ്രസെന്റേറ്റീവ് ഹൂ മേക്ക് ലോസ് ആൻഡ് ഗവേൺ ഓൺ ദർ ബിഹാഫ്. എന്താണ് ചെയ്യുന്നത്? തങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാനും ഭരണം നടത്താനുമായി പ്രതിനിധികളെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെയാണ്. നമ്മളെ ജനപ്രതിനിധികളെ MP-യെയും MLA-യും തിരഞ്ഞെടുത്ത് അവരാണ് നമുക്ക് വേണ്ടി പാർലമെന്റിൽ വെച്ചിട്ട് നിയമസഭയിൽ ഇരുന്നിട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ ഇന്ത്യ, അമേരിക്ക, UK ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ നിലവിലുള്ള ജനാധിപത്യ രീതിയാണ്. ജനസംഖ്യ വളരെ കൂടുതലുള്ള ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നത് എത്രത്തോളം പോസിബിൾ ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മള് ഈ തരത്തിലുള്ള പ്രാതിനിധ്യ ജനാധിപത്യ രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. തോമസ് ഹോബ്സ്, ജോൺ ലോക്ക് തുടങ്ങിയവർ പറഞ്ഞത് ജനങ്ങൾ വോട്ടിലൂടെ നൽകുന്ന അധികാരം ഉപയോഗിച്ച് നേതാക്കൾ ജനനന്മയ്ക്കായി പ്രവർത്തിക്കണമെന്നാണ്. എന്നാൽ ജീൻ ജാക്കോസ് റൂസോ ഒക്കെ പറയുന്നത് അധികാരം എപ്പോഴും ജനങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഈ പ്രതിനിധികളൊന്നും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കുകയില്ല പ്രവർത്തിക്കുന്നത് എന്നാണ്.
അപ്പൊ ഇത് അംഗീകരിക്കപ്പെട്ടതാണ് ലോകമെങ്ങും. പക്ഷേ ഇത് പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ജോസഫ് ഷുംപീറ്ററൊക്കെ പറയുന്നത് ജനങ്ങൾ ഭരിക്കുന്നു എന്നതൊരു സങ്കല്പം മാത്രമാണ്. അധികാരം എപ്പോഴാണ് എപ്പോഴും കുറെ നേതാക്കളില് അല്ലെങ്കിൽ ചില വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് ഉള്ളത്. അവിടെ ജനങ്ങൾ ഭരിക്കുന്നത് എന്നത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് വലിയ രാജ്യങ്ങളിൽ ഒരിക്കലും നമുക്ക് എല്ലാ ജനങ്ങളെയും വിളിച്ചിരുത്തിയിട്ട് നിയമനിർമ്മാണം സാധിക്കുകയില്ല. അപ്പൊ ഭരണം നടത്താൻ വലിയ രാജ്യങ്ങളിൽ ഏറ്റവും എളുപ്പമായ വഴി ഇത് തന്നെയാണ്. പിന്നെ അറിവുള്ള പ്രതിനിധികളാവുന്ന സമയത്ത് വിദഗ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിന് ഇവിടെ മുൻഗണനയും ലഭിക്കുന്നു. ഡെമോക്രസിയെ കുറിച്ചുള്ള വീഡിയോയുടെ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ചാപ്റ്റർ തീർന്നതിന് ശേഷം മുഴുവൻ നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു റിവിഷൻ വീഡിയോ കൂടി നൽകുന്നതായിരിക്കും. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ